ഹലോ ഫ്രണ്ട്സ്, എക്സോട്ടിക് ബീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഊട്ടിയിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ യാത്ര പുറപ്പെട്ടിട്ട് ഇപ്പോൾ 15 മണിക്കൂറിന് മേലെയായി. ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്. ഇപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മേട്ടുപ്പാളയത്തിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള റൂട്ടിലേക്കാണ്. ഹൈ റേഞ്ച് ആണ് ഊട്ടിയിലേക്കുള്ള ഹൈ റേഞ്ച്. ഹെയർ പിൻ ഒരു 36 ഹെയർ പിന്നുണ്ട്. ഹെയർ പിന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയ്ക്കും നല്ല വെയിലുണ്ടായിരുന്നു. ഇപ്പോൾ ദാ ഊട്ടിയിലേക്കുള്ള ക്ലൈമറ്റ് ഹൈ റേഞ്ച് കയറുന്നതിനനുസരിച്ച് ജസ്റ്റ് ഒരു തണുപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉച്ച കഴിഞ്ഞൊരു 2 മണിയോട് അടുക്കാറായി. അപ്പോൾ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. വെയിലുണ്ടെങ്കിൽ പോലും ചെറിയ രീതിയിൽ നമ്മൾ കാറ്റടിക്കുമ്പോൾ കാറ്റിന് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഹൈ റേഞ്ച് കുറേ നാളത്തേക്ക് ശേഷമാണ് ഇപ്പോൾ ഹൈ റേഞ്ച് വഴിയൊരു യാത്ര. ഊട്ടിയിലേക്ക് പോകുമ്പോൾ അറിയാം, ഊട്ടിയിലേക്കുള്ള എല്ലാ റൂട്ടിലും ഇതുപോലെ ഹൈ റേഞ്ച് കയറി വേണം നമ്മൾ ഊട്ടിയിലേക്ക് എത്താൻ. അപ്പോൾ നല്ലൊരു കാഴ്ച തന്നെയാണ് നമുക്ക് ഊട്ടിയിലേക്കുള്ള ഈ റൂട്ടിൽ നമുക്ക് കിട്ടുന്നത്. മൂടൽ മഞ്ഞോ അല്ലെങ്കിൽ കോടമഞ്ഞൊന്നും ഇല്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളൂ. ഹലോ, ഇപ്പം നമ്മൾ നിൽക്കുന്നത് കൂനൂർ ഭാഗത്താണ് കേട്ടോ. അതായത് മേട്ടുപ്പാളയത്തിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന വഴിക്ക്, ഊട്ടിക്ക് മുമ്പേ ഉള്ള ടൗണാണ് കൂനൂർ. ഇനി ഒരു 18 കിലോമീറ്റർ വേണം ഊട്ടിയിലേക്ക് എത്താൻ വേണ്ടി. അപ്പോൾ ഇവിടം തൊട്ട് നല്ല ക്ലൈമറ്റാണ്, നല്ല കാഴ്ചയ്ക്കൊക്കെ അടിപൊളിയാണ്. തേയിലത്തോട്ടങ്ങളും അതുപോലെ തന്നെ നല്ല മലയോര ഗ്രാമങ്ങളും ഒക്കെയുള്ള നല്ല ദൂരം നിന്ന് നോക്കുമ്പോൾ നല്ല മൂടിക്കെട്ടിയ നല്ല മിസ്റ്റി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഊട്ടി എത്തിയിരിക്കുകയാണ്. വൈകുന്നേരം 4:30 കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഊട്ടിയിലെത്തിയത്. അപ്പോൾ ഇവിടെ ഇനി അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും ഇപ്പോൾ പോകാൻ പറ്റിയ സ്ഥലങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ അടുത്ത് ബൊട്ടാണിക്കൽ ഗാർഡനും പിന്നെ ഊട്ടി ലേക്കിൻ്റെ വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ അതുകൊണ്ട് തന്നെ ഊട്ടി ലേക്കിലേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഊട്ടി ടൗണൊക്കെ അപ്പുറത്താണ്. അപ്പം ഞാൻ ലേക്കിലേക്ക് പോകുന്ന റോഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ സമയം 5 മണിയായി. ഇപ്പോൾ 6 മണിക്കുള്ളിൽ ഇതെല്ലാം ക്ലോസ് ആവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് അവിടെ ഇന്നെന്തായാലും വേറെ സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റില്ല. ഊട്ടി ടൗണൊക്കെ ഒന്ന് കാണണം. എന്തായാലും ഞാൻ വഴിയെ കാണിച്ചു തരാം. ഞാൻ ആദ്യം ലേക്കിലൊന്ന് പോയിട്ട് വരട്ടെ. അപ്പോൾ വൈകുന്നേരം 5 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും വെയിലുണ്ട്, കണ്ടില്ല, നല്ല വെയിലടിക്കുന്നുണ്ട്. പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. കൈയൊക്കെ നല്ല തണുക്കുന്നുണ്ട് എനിക്ക്. വെയിലത്ത് നിന്നാൽ പോലും നമുക്ക് വെയിലിലെ ചൂടൊന്നും അടിക്കില്ല. നല്ല വെയിലുണ്ട്, പക്ഷെ നല്ല തണുപ്പുണ്ട്. നമ്മളെ ലേക്കിലേക്കുള്ള റോഡിലാണ് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് ക്യാമറയിൽ കൂടെ കാണുന്നതാണ് കേട്ടോ. നേരിട്ട് കാണുമ്പോൾ നല്ല ഇരുട്ട് മൂടി കിടക്കുന്ന ഒരു ഫീലാണ് കേട്ടോ വരുന്നത്. ക്യാമറയിൽ കുറച്ചുകൂടെ ബ്രൈറ്റ് ആണ്, പക്ഷെ നേരിട്ട് നല്ല കുറേ ഇരുട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ഊട്ടി ലേക്കിലെത്തി. ഊട്ടി ലേക്കിൻ്റെ വ്യൂ പോയിന്റിലാണ്. വ്യൂ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ബോട്ടിങ് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ അല്ലാതെ ഇവിടെ കൊച്ചുകുട്ടികൾക്കുള്ള ഈ പറഞ്ഞ നഴ്സറി ഗാർഡനും അതുപോലെ തന്നെ പ്ലേയിങ് ഏരിയ ഒക്കെ ഇവിടെ ഈ ഭാഗത്തായിട്ടുണ്ട്. കണ്ടു, ഇവിടെ നിന്ന് ചെറിയ ബോട്ടിങ് ഏരിയ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് ഊട്ടി ലേക്ക്. ഊട്ടി ലേക്കിൻ്റെ ഒരു ഭാഗമാണിത്. പിന്നെ ഇതിന് 2 ഭാഗമുണ്ട്. ഒരു ഭാഗം മറ്റേ ഒരു സൈഡിലാണെന്നാണ് പറഞ്ഞത്. അത് എങ്ങോട്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ വന്നത് ഇവിടെ നിന്നാണ്. ഇനി ഇങ്ങോട്ട് ഈ ഒരു ഏരിയയിലേക്കാണ് മറ്റൊരു ഭാഗം എന്ന് പറയുന്നുണ്ട്. നമ്മളിവിടെ വന്നപ്പോൾ അടുത്തുള്ള ഗ്രൗണ്ടിൽ ഇവിടെ പിള്ളേരൊക്കെ കളിക്കുന്നൊരു കാഴ്ച കണ്ടു. ക്രിക്കറ്റും വോളിബോളും പിന്നെ അതിനോട് ചേർന്ന് തന്നെ ചെമ്മരിയാടുകളൊക്കെ മേയുന്നുണ്ട്. അപ്പോൾ അത് കണ്ടൊരു കൗതുകത്തിന് ഞാൻ ഇങ്ങോട്ടേക്ക് കയറിയതാണ് കേട്ടോ. കാണിച്ചു തരാം. നമ്മൾ ഊട്ടിയിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴാണ് ഇതുപോലുള്ള ചെമ്മരിയാടുകളെ കാണാൻ കഴിയുന്നത് കേട്ടോ. അവിടെ പിള്ളേരൊക്കെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, അവിടെ വോളിബോൾ കളി നടക്കുന്നുണ്ട്. ഊട്ടി ടൗണിനോട് അടുത്ത് തന്നെയാണ്. ഊട്ടി ടൗൺ ഇതാ ആ കാണുന്നതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുറേയൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ജട കാരണം ഇങ്ങനെ അഴുക്കൊക്കെ പിടിച്ചിരിക്കുന്നതാണ് ഈ ബ്ലാക്ക് കളറിലൊക്കെ കാണുന്നത്. ഇതിൻ്റെ കളർ യഥാർത്ഥത്തിൽ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ തലയില്ലേ, തലയുടെ ഒക്കെ കളറില്ലേ, വൈറ്റ്, അതാണ് കളറ്. അഴുക്ക് പിടിച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെതായ സ്മെല്ലുണ്ട് കേട്ടോ. സ്മെല്ലും അടിക്കുന്നുണ്ട്, ചാണകത്തിൻ്റെയൊക്കെ. പേടിയൊന്നുമില്ല.
അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ ടൗണിലേക്ക് ഒന്ന് ഇറങ്ങി. ഇതാണ് ഊട്ടി ടൗണിലെ വഴിയോര കച്ചവട സ്ഥലങ്ങളൊക്കെ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഊട്ടിയിലെ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ അടുത്തായിട്ടുള്ള ഏരിയയിലാണ്. ഇവിടെയൊക്കെ വൈകുന്നേരമൊക്കെ നല്ല തിരക്കുണ്ട്. അതായത് ഇപ്പോൾ മലയാളികളായിട്ടുള്ള ആൾക്കാർ, ഒരുപാട് ടൂറിസ്റ്റുകൾ ഇപ്പോൾ ഊട്ടിയിലേക്ക് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഊട്ടിയിലെ ഗവൺമെൻറ്റിൻ്റെ ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് കേട്ടോ. ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറയുമ്പോൾ തന്നെ ഗാർഡൻ മാത്രമല്ല, ഇവിടെ കണ്ടില്ലേ ഒരുപാട് ആൾക്കാർ ഫാമിലിയായിട്ട് ഒക്കെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം കൂടെയാണിത്. ഈവനിങ് ഒക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6:30 വരെയാണ് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. പക്ഷേ ടിക്കറ്റ് കൗണ്ടർ കൊടുക്കുന്നതാണ് 6:30 വരെ. പക്ഷേ 7-7:30 വരെയൊക്കെ ആൾക്കാർ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടെന്നാണ് പറയണേ. കണ്ടില്ല, ആൾക്കാർ ഒത്തിരി പേര് ഇവിടെ ഫാമിലിയായിട്ടൊക്കെ വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ഉള്ളിൽ ഗ്ലാസ്സൊക്കെ ഇട്ട് മൂടി വെച്ചേക്കുന്ന ഒരു ഗാർഡൻ ഏരിയയുടെ ഉള്ളിലേക്കാണ് ഇപ്പോൾ പോണത്. അപ്പോൾ ഇവിടെ ഒത്തിരി ആൾക്കാരുടെ തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിൽ ഒത്തിരി ഫാമിലീസൊക്കെ വരുന്ന സമയവും വരുന്ന സ്ഥലവും കൂടെയാണ്. അപ്പോൾ കണ്ടില്ല, ഇവിടെ നല്ല അലങ്കാര ചെടികളും പൂക്കളും ഒക്കെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നല്ല മനോഹരമായിട്ട് തന്നെ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു അടുക്കും ചിട്ടിലും തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട്. ഫോട്ടോയൊക്കെ എടുക്കാനായാലും നമുക്ക് വെറുതെ ഒന്ന് നോക്കി നടക്കാനായപ്പോലും നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ്. അങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡനിലെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്നതിനിടയിൽ തന്നെ എൻ്റെ കൂളിംഗ് ഗ്ലാസ് മിസ്സായി. ഞാൻ പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഇട്ടിരിക്കുകയായിരുന്നു. അതെവിടെയോ കയ്യിൽ നിന്ന് തറയിൽ പോയി. അതാരോ എടുക്കുകയുണ്ടായി. പിന്നെ അത് അന്വേഷിച്ച് നടന്നിട്ട് കിട്ടിയില്ല. അപ്പോൾ നമ്മളുള്ളതാ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ജസ്റ്റ് ഒന്ന് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. കാരണം നാളെ രാവിലെ നമുക്കിനി കിന്നക്കോര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം. കിന്നക്കോരയാണ് നമ്മുടെ മെയിൻ നമ്മൾ വരണമെന്ന് വിചാരിച്ച സ്ഥലം. അത് ഊട്ടിയിൽ നിന്നൊരു 53 കിലോമീറ്റർ മാറിയാണ് കിന്നക്കോര എന്ന് പറയുന്ന സ്ഥലം ഇരിക്കുന്നത്. കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരള ബോർഡറിൻ്റെ തൊട്ടടുത്താണ്. പക്ഷേ റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഊട്ടിയിൽ നിന്ന് നേരെ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇന്നിവിടെ സ്റ്റേ ആണ്. ഇന്നിവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ നമ്മൾ കിന്നക്കോര പോവും. പിന്നെ അതിന് ശേഷം തിരിച്ച് വന്നിട്ടാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പോകുന്നത് കേട്ടോ. കൂടുതൽ ആൾക്കാർ ഊട്ടി വരുമ്പോൾ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഊട്ടി ടൗൺ തന്നെയാണ്. പക്ഷേ ഊട്ടിയിൽ നിന്നും ഒരുപാട് അകലെയാണ് പല ടൂറിസ്റ്റ് പ്ലേസസൊക്കെ. 5 കിലോമീറ്റർ, 15 കിലോമീറ്റർ, 20-25 കിലോമീറ്ററൊക്കെ ദൂരോട്ടൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഊട്ടിയിൽ ടൗണിനടുത്ത് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒന്ന് മെയിനായിട്ട് ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനും അതിൻ്റെ ചുറ്റുപറ്റത്തുള്ള ആ ഒരു പ്ലേയിങ് ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വന്നിട്ട് ഊട്ടി ലേക്ക് ഉണ്ട്. പിന്നെ റോസ് ഗാർഡൻ എന്ന് പറയുന്ന മറ്റൊരു സ്ഥലമുണ്ട്. പിന്നെ ഒരു 6 കിലോമീറ്ററിനുള്ളിൽ ഊട്ടിയിലെ പൈൻ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നുണ്ട്. പിന്നെ ഇതല്ലാതെ പിന്നെ ഊട്ടിയിലെ ഹോഴ്സ് റൈഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഹോഴ്സ് വില്ലേജ് ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഊട്ടി ടൗണിൽ തന്നെയാണ് ടോയ് ട്രെയിനിൻ്റെ സ്റ്റേഷൻ. അതായത് നമ്മൾ ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയം വരെ പോകുന്ന ടോയ് ട്രെയിൻ ഉണ്ട്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇപ്പം മഞ്ഞുകാലം അല്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും ഊട്ടിയിലെ ടോയ് ട്രെയിൻ സ്റ്റേഷനിൽ എന്തായാലും കയറാനായിട്ട് നിന്നില്ല. ഒരു ടൗണിൻ്റെ കാഴ്ചകളൊക്കെ കാണുന്നത് എപ്പോഴും വൈകുന്നേരങ്ങളിലാണ് ആൾക്കാർ എന്തായാലും ഒരു ടൗണിലേക്ക് വന്ന് നിറയുന്നത്. അവിടുത്തെ സ്ട്രീറ്റുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചിട്ടാണ് വൈകുന്നേരം തന്നെ ഊട്ടി ടൗണിലേക്ക് ഞാൻ ഇറങ്ങിയത്. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇപ്പോൾ ഊട്ടി എത്തിയിട്ടുണ്ട്. വൈകുന്നേരം എത്തിയിട്ട് ഊട്ടിയിലുള്ള 1-2 കാഴ്ചകളൊക്കെ കണ്ടു. ബൊട്ടാണിക്കൽ ഗാർഡനിലോ അങ്ങനെ 1-2 സ്ഥലത്തൊക്കെ പോയി. ഇടയ്ക്ക് വെച്ച് എൻ്റെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ മിസ്സായി പോയി. ബൊട്ടാണിക്കൽ ഗാർഡനിൽ പാൻറ്റിൽ വെച്ചിരിക്കുകയായിരുന്നു, അങ്ങനെ മിസ്സായി പോയിട്ട്. പിന്നെ വേറൊരു ഗ്ലാസ് വാങ്ങിച്ചു. അതിനുശേഷം റൂമൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ട് ഇപ്പോൾ വൈകുന്നേരം ഫുഡ് കഴിക്കാണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എനിക്കൊരാളെ കൂടെ നമുക്കൊരു പരിചയക്കാരെ കൂടെ കിട്ടി. പുള്ളി അടുത്തതിനുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് റൂമൊക്കെ എടുത്തത്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഇപ്പം എന്നെ പോലെ തന്നെ ഒറ്റയ്ക്ക് സോളോ ട്രിപ്പായിട്ട് വന്നൊരു പുള്ളിയാണ്. മലപ്പുറത്ത് താനൂരാണ് സ്ഥലം. അപ്പോൾ പുള്ളിക്കാരന് വീഡിയോയിൽ വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ കൂടുതൽ കാണിക്കുന്നില്ല. നമ്മൾ എന്തായാലും ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അവിടെ ഊട്ടി ടൗണിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഹോട്ടൽസും റൂംസും ഒക്കെ ഒരുപാടുണ്ട്. പല റേറ്റിനുള്ളതുണ്ട്. നമ്മളെന്തായാലും രണ്ടുപേരും കൂടെ നമുക്ക് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് ഒരു റൂം എടുത്ത്. കാരണം ഇവിടെ ടെൻ്റ് അടിച്ചൊന്നും കിടക്കാനൊന്നും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ കൊടും തണുപ്പായിരിക്കും രാവിലെ. അതുപോലെ തന്നെ ടെൻ്റൊന്നും ഇവിടെ അലോഡല്ല. അതുകൊണ്ടാണ് പ്രശ്നം. ആരും സമ്മതിക്കില്ല ടെൻ്റ് അടിക്കണം. ഇവിടെ കച്ചവടം മൂട്ടുമില്ലേ. അതുകൊണ്ട് തന്നെ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോകണം. ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഭയങ്കര തണുപ്പ്. ഞാൻ എൻ്റെ ഗ്ലൗസും കൂടെ ഒരെണ്ണം ഞാൻ ഇവിടെ വാങ്ങിച്ചു. നല്ല തണുപ്പുണ്ട്. ഓക്കെ, അപ്പോൾ തന്നെ ഫുഡ് കഴിക്കട്ടെ. നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത്. ഇവിടുത്തെ ബിരിയാണി മറ്റേ നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയുടെ ആ ഒരു കളറിലൊക്കെ ഇരിക്കുന്നത്. ഒറ്റ പീസൊക്കെ ഉള്ളൂ കേട്ടോ. വേറെ പീസൊന്നും ഇല്ല. ലെഗ് പീസ് മാത്രമേ വന്നത്. കുഴപ്പമില്ല,
എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ഊട്ടിയിലാണിപ്പോൾ. ഊട്ടിയിലിപ്പോൾ റൂമൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്. നൈറ്റാണ്. ചെറിയൊരു റൂമാണ് എടുത്തത്, സിംഗിൾ റൂമാണ് എടുത്തത്. ഇവിടെ വെച്ച് ഞാൻ പറഞ്ഞില്ല നേരത്തെ, നമുക്കൊരു കമ്പനി ഒരു പയ്യനെ കൂടെ കിട്ടി. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഒരു റൂം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ നമുക്കിവിടെ റൂം കിട്ടി. 2 പേർക്കും കൂടെ എന്താണ് ഒരു റൂമിന് 500 രൂപയാണ് ആയത്. അപ്പോൾ പുറത്ത് നല്ല തണുപ്പുണ്ട്, അകത്ത് പിന്നെ വലിയ കുഴപ്പമില്ല. ബ്ലാങ്കറ്റൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ചെറിയൊരു റൂമാണ് കേട്ടോ, ചെറിയൊരു സിംഗിൾ റൂമാണ്. ഉണ്ടല്ലേ, ചെറിയൊരു ഹാങ്ങിങ് സെക്ഷൻ. പിന്നെ സിംഗിൾ റൂമാണെങ്കിൽ 2 പേർക്ക് കിടക്കാൻ പറ്റുന്ന ഒരു ബെഡാണ് കേട്ടോ. ബെഡ് സ്പേസ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി കിടന്നൊന്ന് ഉറങ്ങണം. അപ്പോൾ തൽക്കാലം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഗായ്സ്. ബൈ, ഗുഡ് നൈറ്റ്.